തകരാറുകളുള്ള പ്രിയദർശിനി ബസ്സുകളാണ് മലയോര മേഖലകളിൽ സർവീസ് നടത്തുന്നതെന്ന ആരോപണവുമായി KST എംപ്ലോയീസ് സംഘം BMS. കാലപ്പഴക്കം ചെന്ന ബസ്സുകളിൽ അമിത യാത്രക്കാരുമായി സർവീസ് നടത്തുന്നത് വലിയ അപകടങ്ങൾക്ക് ഇടയാക്കുമെന്നും KST ജനറൽ സെക്രട്ടറി അജയകുമാർ വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങൾ നൽകുവാനായി ചേരുന്നത് പ്രശാന്ത് ശങ്കരമംഗലത്താണ്. പ്രശാന്ത്, എന്തായാലും ഇന്ദിരാ ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞ് ഏറെ കൊട്ടിഘോഷിച്ച പദ്ധതിയാണ് ഇപ്പോൾ തകരാറിലായിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ആര്യ, തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് അതിനുശേഷം തുടർന്ന് UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ സൗജന്യ യാത്രാ പദ്ധതി പ്രിയദർശിനി ആരംഭിക്കുന്നത്. അന്ന് കൊട്ടിഘോഷിച്ചാണ് ആരംഭിച്ചത്. എന്നാൽ തുടക്കത്തിൽ അതിനുശേഷം ഇങ്ങോട്ട് നോക്കുമ്പോഴേക്കും വലിയ രീതിയിലുള്ള കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ആക്ഷേപങ്ങളായിട്ട് ഉയർന്നു നിൽക്കുന്നത്. അതായത് ബസ്സുകളുടെ കാര്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് ഇപ്പോൾ ആക്ഷേപം. അതായത് കാലപ്പഴക്കം ചെന്ന ബസ്സുകളാണ് പ്രിയദർശിനി എന്ന പേരിൽ സൗജന്യ യാത്രയ്ക്ക് ഉപയോഗിക്കുന്നത്. മാത്രമല്ല, ഈ ബസ്സുകളെല്ലാം കാലാവധി കഴിയാറായി എന്നതടക്കമുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. നിലവിൽ മലയോര മേഖലകളിലടക്കം ഓടുന്ന ബസ്സുകൾ അത് വലിയ രീതിയിൽ കാലപ്പഴക്കം ചെന്ന ബസ്സുകളാണ്. ഈ കാലപ്പഴക്കം ചെന്ന ബസ്സുകളിൽ ആളുകളെ, വനിതാ യാത്രക്കാരെ ഉൾപ്പെടെയുള്ള ആളുകളെ, യാത്രികരെ കുത്തിനിറച്ചുകൊണ്ടാണ് പോകുന്നത്. ഇത് വലിയ രീതിയിൽ ഭീഷണി ഉയർത്തുന്നു, ഭീഷണി സൃഷ്ടിക്കുന്നു എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. KST എംപ്ലോയീസ് സംഘിൻ്റെ BMSൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഇത് വലിയ രീതിയിൽ വിമർശനങ്ങളായിട്ട് ഉന്നയിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ യാത്രക്കാരുമായി പോയി കഴിഞ്ഞാൽ അത് ഡ്രൈവറുടെ ആയാലും ശരി, അതോടൊപ്പം തന്നെ യാത്രക്കാരുടെ ആയാലും ശരി, ജീവനും ഭീഷണി ഉയർത്തുമെന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അടിയന്തരമായിട്ടുള്ള നടപടികൾ വേണം. പുതിയ ബസ്സുകൾ വാങ്ങിച്ചിട്ട് വേണം ഈ പദ്ധതി നടപ്പിലാക്കാൻ. ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദോഷങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നഗരപ്രദേശങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് മലയോര മേഖലകളിലേക്ക്, മറ്റ് ഗ്രാമീണ മേഖലകളിലേക്ക് ചെല്ലുമ്പോൾ അവിടെയെല്ലാം ഈ കാലപ്പഴക്കം ചെന്ന ബസ്സുകളാണ് ഉപയോഗിക്കുന്നത്. ഇതോടുകൂടി തന്നെ ആ ബസ്സുകളുടെ കാര്യത്തിലും അതോടൊപ്പം തന്നെ അതിൽ സഞ്ചരിക്കുന്ന യാത്രികരുടെ കാര്യത്തിലും അടക്കം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.